ജസ്നയെ കണ്ടതായി പറഞ്ഞ ലോഡ്ജിലെ മുൻ ജീവനക്കാരി രമണിയുടെ മൊഴി സിബിഐ രേഖപ്പെടുത്തി. മുണ്ടക്കയം റെസ്റ്റ് ഹൌസിലേക്ക് വിളിച്ചു വരുത്തിയാണ് തിരുവനന്തപുരത്ത് നിന്നെത്തിയ സിബിഐ സംഘം മൊഴിയെടുത്തത്. സിബിഐയോട് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും വെളിപ്പെടുത്തൽ നടത്താൻ വൈകിയതിൽ കുറ്റബോധം തോന്നുന്നുവെന്നും ലോഡ്ജ് ജീവനക്കാരി രമണി പറഞ്ഞു. എന്തായാലും മുൻ ജീവനക്കാരിയായ രമണിയുടെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തി. ഇന്നലെ ലോഡ്ജ് ഉടമയുടെ മൊഴിയായിരുന്നു സിബിഐ രേഖപ്പെടുത്തിയത്. ഇന്നലത്തെ പോലെ തന്നെ മുണ്ടക്കയം PWD റെസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. ഏതാണ്ട് 2.5 മണിക്കൂറോളം സിബിഐ വിശദമായി ഇവരെ കേട്ടു, മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ അന്വേഷണം തുടരുമെന്നാണ് സിബിഐ വ്യക്തമാക്കുന്നത്. രമണി പറയുന്നത് തനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും സിബിഐയോട് പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഈ വെളിപ്പെടുത്തലൊരു വൈകിയതിൽ തനിക്ക് കുറ്റബോധമുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു സാഹചര്യം കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മൊഴി നൽകാൻ കാരണം ലോഡ്ജ് ഉടമയുമായിട്ടുള്ള ഒരു വൈരാഗ്യം കാരണമാണ്, വ്യക്തിവിരോധം കാരണമാണ് എന്നുകൂടി അവർ പറയുന്നുണ്ട്. എന്തായാലും സിബിഐ ഇതെല്ലാം കേട്ടുകൊണ്ട്, പ്രത്യേകിച്ച് ഒരു തുടരന്വേഷണത്തിന് കോടതി നിർദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെ അത് പരിശോധിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഈ വളരെ പഴയ സംഭവമാണ്. അതുകൊണ്ട് തന്നെ അക്കാലത്ത് CCTVകളും കുറവായിരുന്നു, ഏതാണ്ട് 2017-18 തുടർന്നുള്ള അന്വേഷണ കാലയളവിലൊക്കെ. അതുകൊണ്ട് തന്നെ എത്രത്തോളം തെളിവ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന സംശയം CBIക്കുണ്ട്. മാത്രമല്ല, ജസ്നയുടെ പിതാവടക്കം ഇത് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമമായി കൂടിയാണ് കാണുകയും ചെയ്യുന്നത്. എന്തായാലും അന്വേഷണം തുടർന്ന് മുന്നോട്ട് പോകുക, ഇതിൽ എന്തെങ്കിലും തുമ്പ് കിട്ടുമോ എന്ന ഒരു അന്വേഷണത്തിൽ തന്നെയാണ് CBI സംഘമുള്ളത്.